ധർമ്മശാസ്താവിൻ്റെ മകൻ്റെ പേരെന്താണ്? സത്യകൻ എന്നാണ് ധർമ്മശാസ്താവിൻ്റെ മകൻ്റെ പേര്. ധർമ്മശാസ്താവിൻ്റെ മകൻ്റെ പേര് സത്യകൻ എന്നാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണ്? സാമുദ്രിക ശാസ്ത്രമാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ സാമുദ്രിക ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരുവാരാണ്? സാന്ദീപനിയാണ് ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരു. ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരു സാന്ദീപനിയാണ്. അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലമേതാണ്? തൃപ്പൂണിത്തുറയാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം. അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറയാണ്. ദയാവായ്പിന് പ്രസിദ്ധനായ പ്രാചീന ഭാരതത്തിലെ രാജാവാരാണ്? രന്തിദേവനാണ് ദയാവായ്പിന് പ്രസിദ്ധനായ പ്രാചീന ഭാരതത്തിലെ രാജാവ്. ദയാവായ്പിന് പ്രസിദ്ധനായ പ്രാചീന ഭാരതത്തിലെ രാജാവ് രന്തിദേവനാണ്. കുബേരൻ്റെ പൂവനത്തിൻ്റെ പേരെന്താണ്? സൗഗന്ധികം എന്നാണ് കുബേരൻ്റെ പൂവനത്തിൻ്റെ പേര്. കുബേരൻ്റെ പൂവനത്തിൻ്റെ പേര് സൗഗന്ധികം എന്നാണ്. പഞ്ചതന്ത്രം കഥയിലെ ഗുരുവിൻ്റെ പേരെന്താണ്? വിഷ്ണു ശർമ്മ എന്നാണ് പഞ്ചതന്ത്രം കഥയിലെ ഗുരുവിൻ്റെ പേര്. പഞ്ചതന്ത്രം കഥയിലെ ഗുരുവിൻ്റെ പേര് വിഷ്ണു ശർമ്മ എന്നാണ്. ഓണാഘോഷത്തിൻ്റെ ആദി രൂപം പിറന്നതായി ചരിത്രരേഖ കണ്ടെത്തിയ ക്ഷേത്രമേതാണ്? തൃക്കാക്കര ക്ഷേത്രമാണ് ഓണാഘോഷത്തിൻ്റെ ആദി രൂപം പിറന്നതായി ചരിത്രരേഖ കണ്ടെത്തിയ ക്ഷേത്രം. ഓണാഘോഷത്തിൻ്റെ ആദി രൂപം പിറന്നതായി ചരിത്രരേഖ കണ്ടെത്തിയ ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രമാണ്. അശുദ്ധിയും അശുഭ നിമിത്തങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മമേതാണ്? പ്രായശ്ചിത്തമാണ്. അശുദ്ധിയും അശുഭ നിമിത്തങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മം. അശുദ്ധിയും അശുഭ നിമിത്തങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മം പ്രായശ്ചിത്തമാണ്. ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള. ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസേനൻ്റെ മരണത്തെ തുടർന്ന് ശ്രീകൃഷ്ണൻ മോഷ്ടിച്ചതായി പ്രചരിച്ച രത്നത്തിൻ്റെ പേരെന്താണ്? സ്യമന്തകം എന്നാണ് പ്രസേനൻ്റെ മരണത്തെ തുടർന്ന് ശ്രീകൃഷ്ണൻ മോഷ്ടിച്ചതായി പ്രചരിച്ച രത്നത്തിൻ്റെ പേര്. പ്രസേനൻ്റെ മരണത്തെ തുടർന്ന് ശ്രീകൃഷ്ണൻ മോഷ്ടിച്ചതായി പ്രചരിച്ച രത്നത്തിൻ്റെ പേര് സ്യമന്തകം എന്നാണ്. വാർദ്ധക്യത്തിൽ മകൻ്റെ യൗവനം കടം വാങ്ങിയ മഹാഭാരത കഥയിലെ രാജാവാരാണ്? യയാതിയാണ് വാർദ്ധക്യത്തിൽ മകൻ്റെ യൗവനം കടം വാങ്ങിയ മഹാഭാരത കഥയിലെ രാജാവ്. വാർദ്ധക്യത്തിൽ മകൻ്റെ യൗവനം കടം വാങ്ങിയ മഹാഭാരത കഥയിലെ രാജാവ് യയാതിയാണ്. ഭാരത പര്യടനം എന്ന കൃതി രചിച്ചതാരാണ്? കുട്ടിക്കൃഷ്ണമാരാരാണ് ഭാരത പര്യടനം എന്ന കൃതി രചിച്ചത്? ഭാരത പര്യടനം എന്ന കൃതി രചിച്ചത് കുട്ടിക്കൃഷ്ണമാരാരാണ്. ദശരഥ മഹാരാജാവ് നടത്തിയ പുത്രികാമേഷ്ഠി യാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹർഷിയാരാണ്? ഋഷ്യശൃംഖനാണ് ദശരഥ മഹാരാജാവ് നടത്തിയ പുത്രികാമേഷ്ഠി യാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹർഷി. ദശരഥ മഹാരാജാവ് നടത്തിയ പുത്രികാമേഷ്ഠി യാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹർഷി ഋഷ്യശൃംഖനാണ്. ഭൃഗുരാമൻ ആരുടെ പര്യായമാണ്? പരശുരാമൻ്റെ പര്യായമാണ് ഭൃഗുരാമൻ. ഭൃഗുരാമൻ പരശുരാമൻ്റെ പര്യായമാണ്. ഭൂപാളം ഏതുമായി ബന്ധപ്പെട്ട പദമാണ്? രാഗവുമായി ബന്ധപ്പെട്ട പദമാണ് ഭൂപാളം. ഭൂപാളം രാഗവുമായി ബന്ധപ്പെട്ട പദമാണ്. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദീപാരാധനയ്ക്കാണ് ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് ഉപയോഗിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് ഉപയോഗിക്കുന്നത് ദീപാരാധനയ്ക്കാണ്. ചിങ്ങത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ദിവസമേതാണ്? അഷ്ടമിരോഹിണിയാണ് ചിങ്ങത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ദിവസം. ചിങ്ങത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ദിവസം അഷ്ടമിരോഹിണിയാണ്. വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ലോകനാർക്കാവിലെ പ്രതിഷ്ഠ ഏതാണ്? ഭദ്രകാളിയാണ് വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ലോകനാർക്കാവിലെ പ്രതിഷ്ഠ. വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ലോകനാർക്കാവിലെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. രക്തചന്ദനം
രക്തചന്ദനം ഉപയോഗിച്ച് നടത്തുന്ന വഴിപാട് ഏതാണ്? രക്തപുഷ്പാഞ്ജലിയാണ് രക്തചന്ദനം ഉപയോഗിച്ച് നടത്തുന്ന വഴിപാട്. രക്തചന്ദനം ഉപയോഗിച്ച് നടത്തുന്ന വഴിപാട് രക്തപുഷ്പാഞ്ജലിയാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രകല ഏതാണ്? കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രകല. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രകല കൂടിയാട്ടമാണ്. 6 കാലങ്ങളിൽ പല്ലവി പാടാൻ കഴിവുള്ള സംഗീതജ്ഞൻ ആരാണ്? ഷഡ്കാല ഗോവിന്ദമാരാരാണ് 6 കാലങ്ങളിൽ പല്ലവി പാടാൻ കഴിവുള്ള സംഗീതജ്ഞൻ. 6 കാലങ്ങളിൽ പല്ലവി പാടാൻ കഴിവുള്ള സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാർ ആണ്. രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ്? തിരുവണ്ണാമലയിലാണ് രമണ മഹർഷിയുടെ ആശ്രമം. രമണ മഹർഷിയുടെ ആശ്രമം തിരുവണ്ണാമലയിലാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ്റെ സഞ്ചാരപഥം സൂചിപ്പിക്കുന്ന പദമേതാണ്? രാശിചക്രമാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ്റെ സഞ്ചാരപഥം സൂചിപ്പിക്കുന്ന പദം ജ്യോതിഷത്തിൽ സൂര്യൻ്റെ സഞ്ചാരപഥം സൂചിപ്പിക്കുന്ന പദം രാശിചക്രം എന്നാണ്. ഹരിവരാസനം എന്ന കീർത്തനത്തിൻ്റെ രചയിതാവ് എന്ന ബന്ധുക്കൾ അവകാശവാദമുയർത്തിയ വ്യക്തി ആരാണ്? കോന്നകത്ത് ജാനകി അമ്മയാണ് ഹരിവരാസനം എന്ന കീർത്തനത്തിൻ്റെ രചയിതാവ് എന്ന് ബന്ധുക്കൾ അവകാശവാദമുയർത്തിയ വ്യക്തി. ഹരിവരാസനം എന്ന കീർത്തനത്തിൻ്റെ രചയിതാവ് എന്ന് ബന്ധുക്കൾ അവകാശവാദമുയർത്തിയ വ്യക്തി കോന്നകത്ത് ജാനകി അമ്മയാണ്. ചിദംബരം ക്ഷേത്രത്തിൽ മറയ്ക്കുള്ളിലുള്ള ചിദംബര രഹസ്യം എന്താണ്? മായാസങ്കല്പത്തിലെ ശൂന്യലിംഗമാണ് ചിദംബരം ക്ഷേത്രത്തിൽ മറയ്ക്കുള്ളിലുള്ള ചിദംബര രഹസ്യം. ചിദംബരം ക്ഷേത്രത്തിൽ മറയ്ക്കുള്ളിലുള്ള ചിദംബര രഹസ്യം മായാസങ്കല്പത്തിലെ ശൂന്യലിംഗമാണ്. ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്താണ്? പാഞ്ചജന്യം എന്നാണ് ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേര്. ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ്. വടക്കേ മഠം, നടുവിൽ മഠം, തെക്കേ മഠം എന്നിവ എവിടെയാണ്? തൃശ്ശൂരിലാണ് വടക്കേ മഠം, നടുവിൽ മഠം, തെക്കേ മഠം എന്നിവ. വടക്കേ മഠം, നടുവിൽ മഠം, തെക്കേ മഠം എന്നിവ തൃശ്ശൂരിലാണ്. വടക്കേ മഠം, നടുവിൽ മഠം, തെക്കേ മഠം എന്നിവ തൃശ്ശൂരിലാണ്. സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസത്തെ ആഘോഷമെന്താണ്? സ്കന്ദഷഷ്ഠിയാണ് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസത്തെ ആഘോഷം. സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസത്തെ ആഘോഷം സ്കന്ദഷഷ്ഠിയാണ്. പന്നഗേന്ദ്ര ശയന ശ്രീപത്മനാഭ എന്ന കീർത്തനത്തിൻ്റെ രചയിതാവാരാണ്? സ്വാതി തിരുനാളാണ് പന്നഗേന്ദ്ര ശയന ശ്രീപത്മനാഭ എന്ന കീർത്തനത്തിൻ്റെ രചയിതാവ്. പന്നഗേന്ദ്ര ശയന ശ്രീപത്മനാഭ എന്ന കീർത്തനത്തിൻ്റെ രചയിതാവ് സ്വാതി തിരുനാളാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് മുൻപ് ഭൂമി വൃത്തിയാക്കുന്ന കർമ്മം ഏതു പേരിൽ അറിയപ്പെടുന്നു? കർശന ആണ് ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് ഭൂമി വൃത്തിയാക്കുന്ന കർമ്മം. ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് ഭൂമി വൃത്തിയാക്കുന്ന കർമ്മം കർശന എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രാഹ്മണിപ്പാട്ട് എന്താണ്? കേരളത്തിലെ ഒരു ക്ഷേത്രകലയാണ് ബ്രാഹ്മണിപ്പാട്ട്. ബ്രാഹ്മണിപ്പാട്ട് എന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രകലയാണ്. ബ്രാഹ്മമുഹൂർത്തം എപ്പോഴാണ്? സൂര്യോദയത്തിന് മുൻപുള്ള 2 നാഴികയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപുള്ള 2 നാഴികയാണ്. യാജ്ഞവൽക്യൻ ആരാണ്? ഒരു മഹർഷിയാണ് യാജ്ഞവൽക്യൻ ഒരു മഹർഷിയാണ്. ശുഖസന്ദേശത്തിൻ്റെ കർത്താവായ സംസ്കൃത കവി ആരാണ്? ലക്ഷ്മീദാസനാണ് ശുഖസന്ദേശത്തിൻ്റെ കർത്താവായ സംസ്കൃത കവി. ശുഖസന്ദേശത്തിൻ്റെ കർത്താവായ സംസ്കൃത കവി ലക്ഷ്മീദാസനാണ്. വ്യാസൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? സത്യവതി എന്നാണ് വ്യാസൻ്റെ മാതാവിൻ്റെ പേര്. വ്യാസൻ്റെ മാതാവിൻ്റെ പേര് സത്യവതി എന്നാണ്.